അപ്പോൾ അനുസാരം സ്പോൺസർ കൊടുക്കാൻ നമുക്ക് ഇത് കൊടുത്തൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഏതാണ് ടെഡിബിയറും കണ്ടാൽ തിരിച്ചറിയില്ല. തിരിച്ചറിയുന്നു ടെഡിബിയർ ഏതാ രണ്ടുപേരല്ല അല്ലേ? എല്ലാവർക്കും അറിയാലോ, ഞാൻ എങ്ങനെ സംസാരിക്കുന്നറിയാലോ, 3 മണിക്കൂറൊക്കെ നിർത്താണ്ട് സംസാരിക്കും. പക്ഷേ അതിന് മുമ്പ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഡത്തിനോട് സ്പെഷ്യൽ താങ്ക്സ് പറയാനാണ് വിളിച്ച സമയത്ത് വന്നതിനും നമുക്ക് വേണ്ടി സഹകരിക്കാം എന്ന് പറഞ്ഞത്. നമുക്ക് ഒരുപാട് പേരെ നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. മാഡം ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മാഡത്തിന് വിളിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ഫോർ അന്ന സാർ മാഡം. ഓക്കെ, കാരണം സാർ അതുപോലെ തന്നെ നമ്മുടെ ഈ കടയുടെ ഓണറാണ്. അപ്പോൾ മാഡം സാറിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു, അച്ഛൻ സാറിനോട് ഇൻവൈറ്റ് ചെയ്യുന്നു. സാറിൻ്റെ പേര് പിന്നെ നമുക്ക് വേറെ കുറച്ച് പേരെ വിളിക്കാൻ ഷാബിൻ സാറ് അവർക്കൊക്കെ നന്ദി പറയാനുണ്ട്. പിന്നെ നമ്മുടെ മാഡം ഡാൻസ് ടീച്ചർ മാഡത്തിനെ നന്ദി വെച്ചിരുന്നു. മാഡം എന്നിട്ട് ഇവിടുത്തെ ഡാൻസിൻ്റെ ക്ലാസ് മുകളിലുണ്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ. ടീച്ചറാണ്, എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടേക്ക്, ഡാൻസ് ടീച്ചറാണ് കേട്ടോ. പിന്നെ നമ്മുടെ താങ്ക്സ് പറയാനുള്ളത് രഞ്ജിത്തുമാരെടുത്ത്, പിന്നെ അമ്മേരടുത്ത്, പിന്നെ ചേച്ചി അനീഷേട്ടൻ, അവരുടെ മക്കളെല്ലാവരോടും. പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പവർ, അതായത് ടീം എന്ന് പറയുന്നത് ആ വലങ്കൈ, എൻ്റെ ഒരു വലങ്കൈ എന്ന് പറയുന്ന ടീമും അനൂപ്, ബാബിൻ, കീറൻ, അതുപോലെ പ്രണത്, അതിന് വിളിച്ചതുണ്ടായി. പിന്നെ നമ്മുടെ വേറെ മറ്റ് താങ്ക്സ് പറയാനായിട്ട് നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് നമ്മളായിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ സ്റ്റാഫിൻ്റെ ഒക്കെ എല്ലാവരും പേര് പറയുന്നില്ല. അപ്പോൾ സ്റ്റാഫിനെ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. പിന്നെ ഒരു 2 മിനിറ്റ് അവസാനിപ്പിക്കാം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് അറിയാം? നമ്മൾ അമ്പലത്തിലൊക്കെ പോകാറുണ്ടല്ലോ, ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അമ്പലത്തിൽ പോകാറുണ്ടല്ലോ. അത് ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെന്ന് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കത് വേണം, ഇത് വേണം, ഇത് കിട്ടണം, അത് കിട്ടണം എന്ന് പ്രാർത്ഥിക്കണം. ബട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം എന്ന് പറയും, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം നമ്മൾ അവിടെ ചെല്ലുന്നതോ അവിടെ പ്രാർത്ഥിക്കുന്നതൊന്നുമല്ല. ഇത് ഞാൻ പുരാണങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം അന്നദാനമാണ്. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. വിശക്കുന്നവന് ഭക്ഷണം ദാനം ചെയ്യുന്ന ആരാണോ അവൻ്റെ മേൽ ദൈവം പ്രസാദിക്കുമെന്നാണ് ബൈബിളിലും എല്ലാ വചനങ്ങളിലും എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ പരിപാടി ഉണ്ടെങ്കിലും ആ പരിപാടി എല്ലാം മാറ്റി വെച്ചാണ്. നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഭക്ഷണം ഉണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കെമിക്കൽസ് ഇല്ലാത്ത ഭക്ഷണമുണ്ട്. അപ്പം നല്ല ഭക്ഷണം കൊടുക്കുന്നത് ആരാണോ? അപ്പോൾ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കഴിക്കുന്നതിൻ്റെ മനസ്സും അവൻ്റെ വയറ് മാത്രമല്ല അവൻ്റെ മനസ്സും കൂടി നിറയുന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാലക്കുടി ഷോപ്പിലുള്ള ഭക്ഷണത്തിൻ്റെ പ്രത്യേകത, അവിടെ റോഡ് പണിയാണ്, എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് കച്ചവടം കുറച്ച് കുറവാണെങ്കിലും ഇതുവരെ നമ്മുടെ ഭക്ഷണത്തിനെ പറ്റി ഒരാൾ പോലും അങ്ങനെ പരാതി പറയുകയോ ഭക്ഷണം നല്ലതല്ല എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കോൺഫിഡൻറ്റ്. നമുക്ക് ഈ കാര്യത്തിൽ നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഈ മസാല കൂട്ടുകാരും നമ്മുടെ ഭക്ഷണമായിരുന്നു അത് കഴിച്ചവരാരും, ഇപ്പോൾ ഈവൻ നമ്മുടെ ജ്യൂസോ ഒരു ഷെയ്ക്കോ അത് കഴിച്ചവരാരും പോലും അത് നല്ലതല്ലാന്നോ അല്ലെങ്കിൽ അതിന് ക്വാളിറ്റി ഇല്ലയെന്നോ ആരും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ ക്വാളിറ്റിയാണ് അതായത് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം കൊടുക്കുന്നത് ഓക്കെ, പക്ഷെ അത് എങ്ങനെ കൊടുക്കണമെന്നും അത് ഏത് രീതിയിൽ കൊടുക്കണമെന്നും അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചാൽ അവരുടെ മനസ്സ് നിറയുന്നുണ്ടോ എന്നും കൂടി നോക്കണം. അത് മാത്രമല്ല, ഹോട്ടലോ ബിസിനസ് മാത്രമല്ല, ബാക്കി പുറമേ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം, അതായത് പാവപ്പെട്ടവർക്കും അനാഥർക്കും അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതും ദൈവത്തെ പ്രീതിപ്പെടുത്തും എന്നുള്ള സിസ്റ്റം മനസ്സിലാക്കിയാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയതെന്ന് അർത്ഥം. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരുപാട് പരിപാടിയും ഒരുപാട് ജോലിയും എനിക്കുണ്ട്, വിദേശം ജോലി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിർത്താണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കമ്പനി കാരണം എല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും എൻ്റെ ഫോക്കസ് മുഴുവൻ ഈ ഭക്ഷണത്തിലും ചായയിലും ഫുഡിലായിരിക്കും. സോ അടുത്തത് ഞാൻ മൈക്ക് കൈമാറുകയാണ്. അടുത്ത ആൾക്ക് ഞാൻ അടുത്തത് ചെയ്യുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയ്ക്ക് പറയുന്നത്. സോ ഈ എംപവർമെന്റ് സ്ഥാപനം നമ്മൾ കേരളം മുഴുവൻ കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് ഫസ്റ്റ് 2ാമത്തെ ബ്രാഞ്ചാണ്. ഈ ഓരോ ജില്ലകളിലും ഓരോ നാട്ടിലും എല്ലാവർക്കും പടർന്നു വന്നിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ കൂടാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് ഇന്ത്യ മുഴുവൻ കേരളം മുഴുവൻ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം. ഞാൻ അറിയിക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് ഷോപ്പാണ്. 1 ഇയറായിട്ട് ചാലക്കുടിയിൽ റൺ ചെയ്യുന്നത് അല്ലേ, സക്സസ്ഫുള്ളി റൺ ചെയ്യാനാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ
ആൾക്കാർക്ക് മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ട് നല്ല ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ നല്ല ഹൈജീനിക് ആയിട്ടും ക്വാളിറ്റിയിലും കൊടുക്കാൻ ഞാൻ ആശംസിക്കുകയാണ്. സോ നല്ല ഭക്ഷണം എവിടെ കിട്ടുന്നു അവിടേക്ക് കസ്റ്റമേഴ്സ് എന്തായാലും എത്തും. അപ്പം അതുപോലെ നല്ല ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ ഒരുപാട് എന്താ പറയുക സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു ഫംഗ്ഷനിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ എല്ലാവർക്കും പറയാനുള്ളവർക്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ എത്തിക്കോളും. അത് കൊടുക്കാൻ ഇവർക്ക് എന്നും സാധിക്കട്ടെ. കേരളത്തിൽ മൊത്തം ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. എല്ലാവിധ സഹകരണമൊക്കെ ഏറ്റാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. താങ്ക് യു വെരി മച്ച്. പബ്ലിസിറ്റി എല്ലാവരും നമ്മളിന്ന് വന്ന എല്ലാവരും നമ്മൾ ഈ കടയ്ക്ക് ഇൻവൈറ്റ് ചെയ്യണം എല്ലാവരും. അപ്പൊ എല്ലാവരും സഹകരണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, നമ്മുടെ സദസ്സിലിരിക്കുന്ന നമ്മുടെ സഹോദരന്മാര് എല്ലാവരെയും സഹകരണം ഉണ്ടാവണം. ജയ് KHR.